Hello friends, welcome to 𝙤𝙬𝙬𝙯 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഐസിഐസിഐ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഐസിഐസിഐ ബാങ്ക് അവരുടെ ചാർജസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ചാർജ് ഇൻക്രീസ് വന്നേക്കുന്നത് നമ്മുടെ റൺ പേയ്മെൻറ്റ് ഇൻക്രീസ് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതുവരായിട്ട് ഇതിന് ചാർജ് അവർ പിടിക്കുന്നതിനാണെന്നില്ല, അതായത് റൺ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ RBIയുടെ റൂൾ പ്രകാരം തന്നെ റൺ പേയ്മെൻറ്റിന് കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മിസ്യൂസ് കാര്യമാണ് ഇപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോബ്ലം കുറേ വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കാലമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളുടെ റിവാർഡ് പോയിൻറ്റ്സും അതുപോലെ തന്നെ ക്യാഷ് ബാക്കും ചാർജസൊക്കെ കൂട്ടലും അതുപോലെ തന്നെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലത്തെ അടുത്തൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ റീസെൻ്റ് നമ്മുടെ ആക്സിസ് ബാങ്കിന് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാർജസും കൂടി അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഐസിഐസിഐ ബാങ്ക് ഇപ്പോൾ ആണ് ഫസ്റ്റായിട്ട് ഇപ്പോൾ റൺ പേയ്മെൻറ്റിന് ഇപ്പോൾ നമുക്ക് 1% എന്താ പറയുക സർവീസ് ചാർജ് പോലെ നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാർക്ക് കൊടുക്കണം കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്പിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇത് സെൻഡ് ചെയ്യുക, അതായത് ക്രെഡ് പേടിഎം ഒക്കെ കൂടെയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറ്, അതല്ലെങ്കിൽ റൺ പേയ്മെൻറ്റ് ചെയ്യാറ്. അതായത് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി അവരുടെ ഒരു പ്രോസസ്സിംഗ് ചാർജ് അല്ലെങ്കിൽ സർവീസ് ചാർജിന് വേണ്ടി നമ്മൾ ആ പേടിഎം അല്ലെങ്കിൽ ക്രെഡൊക്കെ 2% to 3% നമ്മൾ ഓൾറെഡി അവരെ പിടിക്കാറുണ്ട്. ഇപ്പോൾ അത് പോരാണ്ടാണ് ഇപ്പോൾ നമ്മുടെ ബാങ്കും കൂടിയിട്ട് അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കും കൂടിയിട്ട് അവരും 1% ഇപ്പോൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ റൺ പേയ്മെൻറ്റ് നല്ലോണം എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. അതായത് ശരിക്കും ഒരു ലാഭകരമല്ലാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് ഇപ്പോൾ പേടിഎം ആണ് ചോദിക്കുക. ഇപ്പോൾ പേടിഎമ്മിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2% അവരെ ചാർജ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതും പോരാണ്ട് ഇപ്പോൾ ഇനി ഒക്ടോബർ തൊട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതുവരെ നമുക്ക് 2% മാത്രമേ പിടിക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇനി ഒക്ടോബർ തൊട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ 3% പിടിക്കും. അതായത് 2% പേടിഎമ്മും 1% നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാങ്കും പിടിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ വന്നേക്കുന്നത് ഐസിഐസിഐ ബാങ്ക് മാത്രമേ ഇപ്പോൾ ഇത് ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി കമ്മിങ് ഡേയ്സിലെ എല്ലാ ബാങ്കും ഇത് ഫോളോ ചെയ്ത് വരിക. എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബാങ്കും അത് ഫോളോ ചെയ്ത് വരിക. എന്ന് വെച്ചാൽ അവർ ലാഭം കൂട്ടാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റമർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് മോസ്റ്റ്ലി ആൾക്കാർ എടുക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നതുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ക്യാഷ് ബാക്സും അതുപോലെ തന്നെ അതിൻ്റെ റിവാർഡ് സിസ്റ്റം കൊണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ചെറുതായിട്ടും മിനിമൈസ് ആയിട്ട് അല്ലെങ്കിൽ ഡിക്രീസ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ റിവാർഡ് പോയിന്റ് കിട്ടുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ റൺ പേയ്മെൻറ്റിൽ തന്നെ ഇപ്പോൾ കുറേ പേര് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ റൺ പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. അതായത് ഇതിനെ ആശ്രയിച്ച് കുറേ പേര് റൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ എല്ലാ ബാങ്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ഈ റൺ പേയ്മെൻറ്റിനുള്ള ക്യാഷ് ബാക്കൊക്കെ കാര്യങ്ങളൊക്കെ നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് റൺ പേയ്മെൻറ്റ് നമുക്ക് ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കാശ് 1% നമുക്കിപ്പോൾ എക്സ്ട്രാ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ന്യൂസ് ഷെയർ ചെയ്യാനാണ് വന്നത്. നിങ്ങൾ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മെസ്സേജും വരും കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോൾ ആക്സിസ് ബാങ്ക് ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, എല്ലാ പ്രൈവറ്റ് ബാങ്ക് മാത്രമല്ല എല്ലാം നമുക്കിപ്പോൾ ഈ ചാർജ് ഇനി വരും കേട്ടോ. അതെന്തായാലും വരും, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യണം വന്നപ്പോൾ ആക്ച്വലി നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മുടെ ഒരു എന്താ പറയുക കൺസ്യൂമർ പ്രൊഡക്ട്സും സോപ്സും അതുപോലെ തന്നെ ബെസ്റ്റ് സോപ്പ്, ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ ആയുർവേദിക് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയായിരിക്കും. അപ്പോൾ ചാനൽ കാണാൻ മറക്കേണ്ട. ചാനലിൻ്റെ പേര് വരുന്നത് 𝙤𝙬𝙬𝙯 എന്നാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ പേര് കാണുന്നുണ്ടായിരിക്കും. ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.